നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസാധാരണമായ സമര പരമ്പരകൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഡൽഹി. ജന്തർ മന്ദറിൽ തുടങ്ങിയ പ്രതിഷേധം അതിപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെത്തി. ഇന്നലെ കോൺഗ്രസിന്റെ നേതാക്കൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. നേതാക്കൾക്ക് പരിക്കേൽക്കുന്നു, വലിയ സംഘർഷമുണ്ടാകുന്നു. രാജ്യവ്യാപകമായി ഈ സമരം കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. ഇന്നിപ്പോൾ CJP പറയുന്നത് എത്രയും പെട്ടെന്ന് സർക്കാരിൻ്റെ മറുപടി ഉണ്ടാകണം, ഞങ്ങൾ അസ്വസ്ഥരാണ്, വിദ്യാർത്ഥികൾ അസ്വസ്ഥരാണ്, മറുപടി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇതിനിടയിൽ ചില അനുരഞ്ജന ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു, വഴങ്ങുന്നു അവർ. സോനം വാങ്ചുക്കിനെ ആശുപത്രിയിൽ ചെന്ന് 2 കേന്ദ്രമന്ത്രിമാർ കണ്ടു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇത് എങ്ങനെ ഈ സമരം ഇനി ഒത്തുതീർപ്പാകും, അതോ വ്യാപിക്കുമോ, എന്താകും ഇതിൻ്റെ ഭാവി എന്നതൊക്കെ ഈ മണിക്കൂറുകളിൽ ഇനി അറിയാം. ഏതായാലും ഇന്നും കാര്യങ്ങൾ കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനിടയിൽ പശ്ചിമേഷ്യയിൽ യുദ്ധം വീണ്ടും കാര്യമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അമേരിക്കയ്ക്ക് ഏതായാലും പ്രതിരോധ ബജറ്റുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ വലിയ തർക്കമുണ്ടാകുന്നു. അമേരിക്ക പാപ്പരാകുമെന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഡെമോക്രാറ്റുകളുടെ ഭാഗത്തുണ്ടാകുന്നു. യുദ്ധത്തിന് അതിഭീമമായ ചിലവുണ്ട് എന്നുള്ള കണക്കുകൾ പുറത്തു വരുന്നു. ഇതിനടക്കം നിരവധി വാർത്തകളുടെ വിശദാംശങ്ങളുണ്ട്. തലക്കെട്ടുകൾ. ഡൽഹിയിൽ സമരം കടുപ്പിച്ച് CJP. കേന്ദ്രത്തിന്റെ മറുപടി വൈകരുതെന്ന ആവശ്യം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലെന്ന് BJP. സമരം അനുനയിപ്പിക്കാൻ കേന്ദ്ര ശ്രമം. മന്ത്രിമാർ സോനം വാങ്ചുക്കിനെ കണ്ടു. സമരവേദിയിലെത്താൻ കൂടുതൽ നേതാക്കൾ. പാലായിൽ ഭരണം പിടിക്കാൻ കേരള കോൺഗ്രസ് നീക്കം. കോൺഗ്രസ് വിമത മായ രാഹുൽ ചെയർപേഴ്സണായേക്കും. വിപ്പ് ലംഘിച്ച 4 കൗൺസിലർമാരും കോൺഗ്രസിൽ നിന്ന് പുറത്ത്. നിതിൻ രാജിന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ പുതിയ സംഘം ഇന്നു കണ്ണൂരിൽ. കേസിലെ അന്വേഷണ വീഴ്ച ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി ഹൈക്കോടതി പരിഗണിക്കും. MK റാമിനെ അറസ്റ്റ് ചെയ്യാനുള്ള അപേക്ഷയിൽ തലശ്ശേരി കോടതി തീരുമാനവും നിർണായകം. വിവാദ വിഷയങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലേക്ക്. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ ADGP അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് ചർച്ച ചെയ്തേക്കും. ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും മന്ത്രിസഭയിലേക്ക്. വഖഫ് നിയമ ഭേദഗതിയിൽ സുപ്രീം കോടതി നിലപാടെടുക്കണമെന്ന് വഖഫ് ബോർഡ് മുൻ ചെയർമാൻ TK ഹംസ. അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത് ശരിയല്ല, ദേവസ്വം ബോർഡിൽ അഹിന്ദുക്കളെ ഉൾപ്പെടുത്തേണ്ടി വരുമെന്നും ഹംസ. വിവാദങ്ങൾക്കിടെ CPM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. ദേശാഭിമാനി വിവാദം, തെറ്റുതിരുത്തൽ നടപടികളും ചർച്ചയ്ക്ക്. തെരഞ്ഞെടുപ്പ് തോൽവിയിലെ കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തലുകളും യോഗത്തിൽ. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് കനത്ത സാമ്പത്തിക നഷ്ടം. ഇതുവരെ ചെലവായത് 4 ലക്ഷം കോടിയോളം രൂപ. കൂടുതൽ തുക യുദ്ധത്തിനായി അനുവദിക്കണമെന്ന് ഡിഫൻസ് സെക്രട്ടറി. തുടർച്ചയായ 11ാം ദിവസവും ഇറാന് നേരെ US ആക്രമണം. ഇറാനിലെ ആണവ മേഖല ആക്രമിക്കുമെന്ന് ട്രംപ്. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ഇന്നലെ മുതൽ ഡൽഹി അക്ഷരാർത്ഥത്തിൽ ഒരു സമര യുദ്ധക്കളമായിരിക്കുകയാണ്. ഡൽഹിയിലെ CJP സമരത്തിൽ പാർലമെന്റിൽ നിലപാട് കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം എന്നുള്ളതാണ്. CJP സമരത്തിന് നേരെയുള്ള പോലീസ് നടപടിയും പ്രതിപക്ഷം ഉന്നയിക്കും. പരീക്ഷാ ക്രമക്കേടിലും ചർച്ച ആവശ്യപ്പെടും എന്നാണ്. പക്ഷേ ഇന്നത്തെ പാർലമെന്റ് ചർച്ചയുടെ ഷെഡ്യൂളിൽ ഈ വിഷയങ്ങളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലത്തെ സമരത്തോടെ CJP പ്രതിഷേധം രാജ്യമൊട്ടാകെ വ്യാപിപ്പിക്കുകയാണ്. കോൺഗ്രസ് നേരിട്ടാണ് സമരരംഗത്ത് ഇന്നലെ ഇറങ്ങിയത്. നമ്മൾ ആ കാഴ്ചകൾ കണ്ടു. പ്രതിപക്ഷ കക്ഷികളും ഈ ജൻസി പ്രക്ഷോഭത്തിന്റെ ഭാഗമാവുകയാണ്. കേന്ദ്രത്തിന് സമ്മർദ്ദമേറുന്ന പശ്ചാത്തലമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ആദ്യം ഒന്ന് കേൾക്കാം. വിദ്യാർത്ഥികളെ ആയുധമാക്കി രാഹുൽ ഗാന്ധി നാടകം കളിക്കുന്നുവെന്നാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ ആരോപണം. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ല എന്നാണ് BJP. ധർമ്മേന്ദ്ര പ്രധാനെ വിട്ട് കളിക്കാൻ BJP തയ്യാറാകുന്നില്ല എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് വളരെ നിർണായകമായ ഒന്നാണ്. അതേസമയം സമരക്കാരെ അനുനയിപ്പിക്കാൻ കേന്ദ്രം ശ്രമം തുടങ്ങി. ചില കേന്ദ്രമന്ത്രിമാർ സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലെത്തി കണ്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മമതാ ബാനർജി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ സമരവേദിയിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും കേന്ദ്രത്തിൻ്റെ മറുപടി വൈകരുത് എന്ന് CJPയും വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. TG സയ്യിദ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ചേരും. സയ്യിദ്, കേന്ദ്രം വിചാരിച്ച തലത്തിലല്ല ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കുറച്ചുകൂടി കാര്യങ്ങൾ കലുഷിതമാകുകയാണ്.
രാജ്യവ്യാപകമായി സമരം വ്യാപിക്കുന്നു. ഇന്നലെ കേരളത്തിലെ ലോക്ഭവന്റെ മുന്നിൽ പോലും ഈ സമരത്തിൻ്റെ അലയൊലികൾ നമ്മൾ കണ്ടു. അനുരഞ്ജനമല്ലാതെ മറ്റു മാർഗമില്ല. എന്താണ് കേന്ദ്രം ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന സമീപനം? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും പാറ്റകളെന്ന് പൊതുവിശേഷണമുള്ള രാജ്യത്തെ ജൻസി കൂട്ടായ്മ CJP എന്ന കൂട്ടായ്മയുടെ കീഴിൽ അവർ നടത്തുന്ന പ്രക്ഷോഭം കുറേ നാളുകളായി നടത്തുന്നു. കുറേ ആഴ്ചകളായി അവർ ജന്തർ മന്ദറിലും രാജ്യ തലസ്ഥാനത്തും പ്രക്ഷോഭത്തിലുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളാണ് സമരത്തിൻ്റെ ചിത്രവും മുഖവും ഒക്കെ മാറിമറിയുന്നത്. മറ്റൊന്നുമല്ല, അവരുടെ പാർലമെൻറ്റ് മാർച്ചാണ്. പാർലമെൻറ്റ് മാർച്ചിൻ്റെ ആദ്യ ദിവസം ഏറെക്കുറെ അവരെ അവഗണിച്ചു വിട്ടു. അത് വലിയ ആൾക്കൂട്ടമാവില്ലെന്ന് കരുതി. പക്ഷേ 2ാം നാൾ സംഭവിച്ചത് വൻ ആൾക്കൂട്ടമായി അത് മാറുന്നു എന്നതാണ്. അതോടുകൂടി രാജ്യത്തിൻ്റെ മുഖ്യ ശ്രദ്ധ പൂർണ്ണമായും ഈ പാർലമെൻറ്റിലേക്കും രാജ്യ തലസ്ഥാനത്തെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലേക്കും മാറി എന്നതാണ്. ഇന്നലെ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കണ്ടതുപോലെ കോൺഗ്രസിൻ്റെ ഇടപെടൽ തന്നെയാണ്. കോൺഗ്രസ് കൂടി ഇതിലേക്ക് വന്നതോടുകൂടി പ്രതിപക്ഷം ഒന്നാകെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണ നൽകുന്നു എന്നാണ് സാഹചര്യം. ആദ്യഘട്ടത്തിൽ സർക്കാർ ഈ സമരത്തെ അവഗണിച്ചുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യുന്ന നിലപാടെടുത്തെങ്കിൽ പ്രതിപക്ഷവും വേണ്ടത്ര ഗൗരവത്തോടുകൂടി ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് കൂടി ഇന്നലെ ഭാഗമാവുന്നു. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഒപ്പം തന്നെ അഖിലേഷ് യാദവ് അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷ രംഗത്തെ മുഖങ്ങളൊക്കെ സമരത്തിൻ്റെ പങ്കാളിത്തം വഹിച്ചു. അവർ അറസ്റ്റ് വരിച്ച സാഹചര്യം വന്നതോടുകൂടി ഇതിന് മറ്റൊരു മുഖം കൂടി വരികയാണ്. ഇതാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ പാർലമെൻറ്റിലേക്ക് ഈ വിഷയം വരുന്നു എന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഇന്നലെ സ്പീക്കറുമായി രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ ആശയവിനിമയം നടത്തി. അദ്ദേഹം പുറത്തുവിട്ട ഒരു വീഡിയോയിൽ തന്നെ രാഹുൽ ഗാന്ധി ഇത് അവകാശപ്പെട്ടിട്ടുണ്ട്. താൻ സ്പീക്കറുമായി ചർച്ച നടത്തി, പക്ഷേ സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ചർച്ച നടത്താൻ കഴിയില്ല എന്നതാണ് സ്പീക്കർ എടുത്ത നിലപാടെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പോൾ ഇന്ന് പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ അജണ്ടയിലേക്ക് ഈ വിഷയം ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കൂടിയും പ്രതിപക്ഷത്തിന് ഇത് ഉന്നയിക്കാനുള്ള അവസരം ഉണ്ടാകും. ഒരുപക്ഷേ ഈ വിഷയത്തിൽ തന്നെ പ്രതിപക്ഷം ഇന്ന് പാർലമെൻറ്റ് വലിയ പ്രക്ഷുബ്ധ രംഗങ്ങൾക്ക് തന്നെ ഇടവയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവും. നീറ്റ് വിഷയത്തിൽ സർക്കാർ എന്ത് നിലപാടെടുക്കും? മന്ത്രി രാജിവെക്കുമോ? ഈ ആവശ്യമാണ് CJP ഉന്നയിക്കുന്നത്. CJPയുമായി ആശയവിനിമയം കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ ഇന്നലെ തന്നെ നടത്തിയിരുന്നു. തീരുമാനം അറിയിച്ചിട്ടില്ല. ആ തീരുമാനം വേഗത്തിൽ വേണം എന്ന നിലപാട് കൂടി അവർ എടുത്തിട്ടുണ്ട്. ഇന്നലെ കണ്ട മറ്റൊരു കാഴ്ച കൂടി, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്ക് മർദ്ദനമേറ്റു എന്ന ആക്ഷേപമൊക്കെ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. അവർ കൂടി സമരരംഗത്തുണ്ടായത്, അവർ അറസ്റ്റ് വരിച്ചതോടുകൂടി രാജ്യവ്യാപകമായി തന്നെ ചെറിയ കൂട്ടായ്മകൾ, പ്രതിപക്ഷ കക്ഷികൾ തന്നെ ഈ വിഷയത്തിൽ രംഗത്ത് വരുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ടുകൂടി തന്നെ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വലിയ സമ്മർദ്ദം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ മന്ത്രിയുടെ രാജി ഉണ്ടാവില്ല എന്ന സൂചന തന്നെയാണ് BJP കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. അല്പസമയം മുമ്പ് ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ നടത്തുന്ന ഒരു ട്വീറ്റിൽ അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ ആരോപണം തന്നെ ഉന്നയിക്കുന്നുണ്ട്. കാരണം വിദ്യാർത്ഥികളെ മറയാക്കി നിർത്തിക്കൊണ്ട് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടത്തുന്നു അടക്കമുള്ള വലിയ ആരോപണങ്ങൾ അദ്ദേഹം ഈ ട്വീറ്റിലൂടെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ധർമ്മേന്ദ്ര പ്രധാനും ഉറച്ചു തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ രാജിയില്ല എന്ന്. തീർച്ചയായും ധർമ്മേന്ദ്ര പ്രധാനെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാട് BJP തുടരുകയാണ്, കേന്ദ്രം തുടരുകയാണ്. ഇതിനിടയിൽ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇന്നലെ രാഹുലിനെ അറസ്റ്റ് ചെയ്തു, പിന്നീട് വിട്ടയക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. രാഹുലിന്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. This morning I went and met the Speaker of the Lok Sabha and I said to him that it was important that we be allowed to debate what happened to the students the day before. The Speaker said he needed to take permission from the government, but it was very clear to us in the hours after that there was no interest in the government of having a debate. तो हमने डिसीजन लिया कि हम प्राइम मिनिस्टर के घर के सामने जाके धरना करें और जो स्टूडेंट्स की इशू है, जो देश के लिए सबसे जरूरी इशू है और जो उनके खिलाफ किया गया है, वो हम नेशनल अटेंशन में लाएं और प्राइम मिनिस्टर का घर के सामने जाके करें. Why is the Indian education system collapsing? Why are papers leaking? Why is education so expensive in India? Why do families have to destroy themselves financially to educate their children? These are legitimate questions, and there's absolutely nothing wrong with asking these questions. Students की मांगे हैं, पहला धर्मेंद्र प्रधान और अमित शाह का रेजिग्नेशन, दूसरा कि स्टूडेंट्स को जिन्होंने मारा है, जिन्होंने ह्यूमिलिएट किया है, उन पर एक्शन लिया जाए और जो भी स्टूडेंट्स पर केसेस हैं उनको हटाया जाए. फाइनली पूरी ऑपोजिशन चाहती है कि ये जो इशू है देश का सबसे बड़ा इशू है, इस पे कल लोकसभा में राज्यसभा में डिबेट हो. പക്ഷേ ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടില്ല രാജ്യസഭയിലോ ലോക്സഭയിലോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെടുന്നത്. സഹിത്ത് ഇതിപ്പോൾ രാഷ്ട്രീയമായി
കോൺഗ്രസിന് ലഭിക്കുന്ന ഒരു കരുത്തുകൂടിയുണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട്. കാരണം CJP ആരംഭിച്ച സമരമാണ്, അത് വൈകിയാണെങ്കിലും കോൺഗ്രസ് ഏറ്റെടുക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ട് രാജി ആവശ്യമടക്കം ഉന്നയിക്കുന്നു, അതിന് വലിയ സ്വീകാര്യത കിട്ടുന്നു. രാഹുൽ ഗാന്ധി സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയിൽ ഇല്ല എന്നുള്ള ആക്ഷേപം കേട്ടതിന് ശേഷം വളരെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. രാഹുൽ വന്നിറങ്ങുമ്പോൾ തന്നെ ലഭിക്കുന്ന ഒരാവേശം, ഒരാരവം, ഇതൊക്കെ വലിയ ആയുധമാക്കുകയാണ് പാർട്ടി എന്ന് വേണം കരുതാൻ. തീർച്ചയായും രഞ്ജിത്ത്, അതാണ് സാഹചര്യം. അതായത് പ്രതിപക്ഷ കക്ഷികളെ പിളർത്തി അവിടെ നിന്നുള്ള അംഗസംഖ്യ കൂടി ചേർത്ത് NDAയുടെ അംഗസംഖ്യ ശക്തമാക്കി പാർലമെന്റ് സമ്മേളനത്തിൽ എത്തിയതാണ് BJP. അവർക്ക് മുന്നിലാണ് പൊടുന്നനെ ഈ വിഷയം കടന്നു വരുന്നത്. അത് കോൺഗ്രസ് കൂടി ആ സാധ്യത ആക്കി മാറ്റുന്നു എന്നതാണ്. കോൺഗ്രസ് ആദ്യം ഈ സാധ്യത തിരിച്ചറിയാൻ അല്പം വൈകിയെന്ന ഒരു വിമർശനം കൂടി ഉണ്ടായിരുന്നു. കാരണം ബദൽ വിദ്യാർത്ഥി കൂട്ടായ്മകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പയിൻ. പക്ഷേ ഇപ്പോൾ ഒടുവിൽ CJP വേദിയിലേക്ക് തന്നെ ഇവർ എത്തി എന്നതാണ് സാഹചര്യം. അതോടുകൂടി അതിൻ്റെ പ്രക്ഷോഭത്തിൻ്റെ മുഖം ഒന്നുകൂടി മാറി. അല്പസമയം മുമ്പ് നമ്മൾ കേട്ടതുപോലെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഇന്ന് പാർലമെന്റ് ഇരുസഭകളിലും രാജ്യസഭയിലും ലോക്സഭയിലും ഈ വിഷയം ഉന്നയിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കും. സ്വാഭാവികമായും സർക്കാർ നടത്താൻ പോകുന്ന പ്രതികരണം കൂടി പ്രധാനപ്പെട്ടതും കൂടിയാണ്. മറ്റൊരു കാര്യം കൂടി രഞ്ജിത്തുള്ളത്, ദേശീയതലത്തിൽ മറ്റൊരു രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാരണം യഥാർത്ഥത്തിൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെക്കാൾ ഏറ്റവും വലിയ വിഷയം കേന്ദ്ര സർക്കാരിനെ കാത്തിരിക്കുന്നത് അയോധ്യയിലെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന വിദ്യാർത്ഥി സമരവും അതിൻ്റെ അനുബന്ധ വിവാദങ്ങളും മൂലം അയോധ്യ വിഷയം മാറിപ്പോവുകയാണ്. അത് കേന്ദ്ര സർക്കാരിന് മുന്നിലേക്കോ പ്രതിപക്ഷത്തിൻ്റെയോ പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നില്ല. ഒരുപക്ഷെ ബോധപൂർവമായി ഈ സമരം നീട്ടിക്കൊണ്ടുപോകാൻ സർക്കാർ ശ്രമിക്കുന്നതാണോ എന്ന വിലയിരുത്തലുകളും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ദേശീയ തലത്തിൽ നടക്കാൻ പോകുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ CJP സമരത്തിന് പുതിയൊരു മുഖവും ഭാവവും കൈവന്നു എന്നതാണ് ഇപ്പോഴത്തെ വസ്തുത. ഏതായാലും ഇന്ന് ഈ വിഷയത്തിൽ കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ അണിയഞ്ചല ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ സോനം വാങ്ചുക്കിനെ 2 കേന്ദ്രമന്ത്രിമാർ പോയി കണ്ടു എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. ഒരുപക്ഷെ ലോക്സഭയിൽ ചർച്ചയ്ക്ക് തയ്യാറാവുക എന്നുള്ള നിലപാടിലേക്കൊക്കെ വന്നാൽ രാജി ആവശ്യത്തിലാണ് ഇപ്പോൾ പുറകോട്ടുള്ളത്. അത് ഈ സമരത്തിന് ഒരുപക്ഷെ അതിൻ്റെ ഒരു വീര്യമൊന്ന് കുറയാൻ കാരണമായേക്കാം. പക്ഷേ കാത്തിരുന്ന് കാണാം. ഇതിനിടയിൽ രാഹുൽ ഗാന്ധിക്കും മുതിർന്ന നേതാക്കൾക്കും നേരെ നടന്ന ഡൽഹി പോലീസിന്റെ അതിക്രമത്തിലും അറസ്റ്റിലും സംസ്ഥാനത്തും വ്യാപകമായ പ്രതിഷേധമുണ്ടായി. ലോക് ഭവന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചിൽ KPCC അധ്യക്ഷനും മന്ത്രിയുമായ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു. എറണാകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു. MG റോഡ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. തൃപ്പൂണിത്തുറയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നഗരത്തിൽ നടത്തിയ മാർച്ച് കൃഷിമന്ത്രി T. സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. കാരശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നോർത്ത് കാരശ്ശേരിയിൽ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. ജനറൽ സെക്രട്ടറി MT അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മുക്കത്ത് പ്രതിഷേധ പ്രകടനം DCC ജനറൽ സെക്രട്ടറി BP റഷീദ് ഉദ്ഘാടനം ചെയ്തു. നന്ദി പറയുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് രാജ്യതലസ്ഥാനത്ത് നടന്നത് പോലീസിന്റെ നരനായാട്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റിനെ ശക്തമായി അപലപിക്കുന്നു. അഹങ്കാരത്തിന്റെ ഭാഷയിൽ BJPയും കേന്ദ്ര സർക്കാരും പ്രവർത്തിക്കുന്നു. ചർച്ചയ്ക്ക് സഭയ്ക്ക് അകത്തും പുറത്തും കേന്ദ്രം തയ്യാറാകുന്നില്ല എന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഇതിനെതിരായി രാജ്യവ്യാപകമായ പ്രതിഷേധം ഉയർന്നു വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ BJPയുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ഈ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചൊഴിയണം. ഇത് ചർച്ച ചെയ്യണം. രാജ്യത്തെ ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കും ആശങ്കയാണ്. വിശ്വാസ്യതയില്ലാത്തൊരു ഗവൺമെന്റാണ് ഇന്ത്യയിൽ ഭരിക്കുന്നത്. അതുകൊണ്ട് ശക്തമായ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകും. രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്ത നടപടി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. എല്ലായിടത്തും ഇന്ന് രാത്രി തന്നെ പ്രകടനങ്ങളും മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ വലിച്ചെറിച്ചു കൊണ്ടുപോകുന്നു. രാഹുൽ ഗാന്ധി ഈ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ നേതാവാണ്. അദ്ദേഹം പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തെ വലിച്ചെറിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കേൾക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ ADGP MR അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭായോഗം ചർച്ച ചെയ്തേക്കും. പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നാണ് അജിത് കുമാറിനെതിരായ ആരോപണം. അന്വേഷണത്തിന്റെ ഈ കണ്ടെത്തൽ നിഷേധിച്ചുകൊണ്ടുള്ള മറുപടിയാണ് പോലീസ് മേധാവിക്ക് ഇന്നലെ അജിത് കുമാർ നൽകിയത്. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും മന്ത്രിസഭായോഗം ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. PM3 വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ വരാനിടയില്ല എന്നാണ് വിവരം. ഇന്നലെയാണ് പാലാ നഗരസഭയിൽ അവിശ്വാസ പ്രമേയം പാസ്സായത്. അതോടെ കേവലം മാസങ്ങൾ മാത്രം നീണ്ടുനിന്ന UDF ഭരണം അവസാനിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാൻ
നഗരസഭാ ചെയർമാൻ രാജിവെച്ചൊഴിയേണ്ട പശ്ചാത്തലമൊരുങ്ങുകയാണ്. അങ്ങനെ ഇനിയിപ്പോൾ വിമത കൗൺസിലർമാരെ കൂട്ടി ഭരണം പിടിക്കാൻ കേരള കോൺഗ്രസ് എം ശ്രമിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസ് വിമതയായി വിജയിച്ച മായ രാഹുലോ മറ്റ് 2 വനിതാ അംഗങ്ങളോ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എത്തിയേക്കും എന്നാണ് വിവരം. പുറത്തുനിന്നുള്ള പിന്തുണ നൽകാനാണ് കേരള കോൺഗ്രസിൻ്റെ നീക്കം എന്നും മനസ്സിലാകുന്നു. അതേസമയം പാർട്ടി വിപ്പ് ലംഘിച്ച 4 കൗൺസിലർമാരെയും കോൺഗ്രസ് പുറത്താക്കി. ജി ശ്രീത്ത് വിവരങ്ങൾ പങ്കുവെക്കുന്നു. ശ്രീത്ത്, അപ്രതീക്ഷിതമായി കേരള കോൺഗ്രസ് എമ്മിന് കിട്ടിയ ഒരു ലോട്ടറി എന്ന് വേണമെങ്കിൽ കരുതാം ഈ അവിശ്വാസം പാസ്സായതും കോൺഗ്രസ് കൗൺസിലർമാരുടെ പിന്തുണ അവിശ്വാസത്തിനുണ്ടായതും പറ്റും. പക്ഷേ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കാൻ കോൺഗ്രസ് ഒരുപക്ഷെ ശ്രമിച്ചേക്കാം. വിപ്പ് ലംഘിച്ച സംഭവമാണ്. അയോഗ്യതയടക്കമുള്ള വിഷയങ്ങൾ ഈ കൗൺസിലർമാർക്ക് മുകളിലുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്ത് തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ നഗരസഭയിലുള്ളത്? രഞ്ജിത്ത്, അച്ചടക്ക നടപടി ഇതിനകം ഉണ്ടായി കഴിഞ്ഞു. അവരെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു, പുറത്താക്കിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഇനി എത്രത്തോളം ശക്തമായി ഇതിൽ നിയമ നടപടി, അതായത് ഈ അയോഗ്യതയ്ക്ക് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും എന്നുള്ളത് മാത്രമാണ് കാത്തിരുന്നു കാണേണ്ടത്. കോൺഗ്രസ് അതിനും വളരെ വേഗത്തിലുള്ള നടപടികളിലേക്ക് പോകുമോ, അതോ കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു നീക്കത്തിന് പരോക്ഷമായി നിന്ന് പിന്തുണ നൽകിക്കൊണ്ട് ഈ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാകുന്നത് വരെ ഈ വിമതരെ 4 പേരെ അവിടെ തുടരാൻ അനുവദിക്കുമോ എന്നുള്ളത് മാത്രമാണ് അറിയാനുള്ളത്. എന്തായാലും ഈ പാർട്ടിക്ക് മാത്രമല്ല ഇങ്ങനെ ഉണ്ടായി, മുന്നണിയിലെ മറ്റ് കൗൺസിലർമാർക്കും ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അവരും അത്തരം നീക്കങ്ങളെ പറ്റി ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഉണ്ടാകുന്ന ഈ അയോഗ്യതാ പ്രശ്നമൊന്നും കേരള കോൺഗ്രസ് എം അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. പകരം ഈ 4 കൗൺസിലർമാരിൽ ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ 5ാമതായിട്ടുള്ള ഈ മായ രാഹുലിനാണ് ഒരു പ്രധാന സാധ്യത. അതല്ലെങ്കിൽ ഈ 2 വനിതകളുണ്ട്. വനിതാ സംവരണമാണ് പാലാ നഗരസഭ അധ്യക്ഷ സ്ഥാനം. അതുകൊണ്ട് തന്നെ ആ 2 പേരിൽ ഒരാളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ തന്നെ ആയിരിക്കും പാർട്ടിയിൽ കേരള കോൺഗ്രസ് എമ്മിൽ ഉണ്ടാകുക. അവർ സ്വാഭാവികമായി പുറത്തായതുകൊണ്ട് തന്നെ ഇനിയൊരു കേരള കോൺഗ്രസ് സഖ്യം എന്ന നിലയിൽ അത് വരില്ല എന്നും കേരള കോൺഗ്രസ് ഫലത്തിൽ വിലയിരുത്തുന്നു. പക്ഷേ ആകെ മൊത്തം നോക്കുമ്പോൾ ഇത് ഭാവിയിലേക്കുള്ള ഒരു സഖ്യത്തിന്റെ തുടക്കമായി പാല മാറിക്കഴിഞ്ഞു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി അതിനും അപ്പുറത്തേക്ക് കോൺഗ്രസ് അതിശക്തമായി ഇവർക്കെതിരെ അയോഗ്യതയുമായി മുന്നോട്ട് പോകുമോ എന്നുള്ളത് മാത്രമാണ് ഇനി കാത്തിരുന്ന് കാണാൻ ഉള്ളത്. ശ്രീത്ത്, ഇപ്പോഴത്തെ ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ അവിടുത്തെ ഒരു കരുത്ത്, അംഗസംഖ്യയൊക്കെ നോക്കിയാൽ ഈ വിമതർക്കൊപ്പം ചേർന്നാൽ ഭരണം പിടിക്കാനുള്ള സംഖ്യ ഉണ്ടല്ലോ അല്ലേ? അത് വളരെ എളുപ്പമാണ് രഞ്ജിത്ത്. കാരണം പാലാ നഗരസഭയിൽ കേരള കോൺഗ്രസ് എം ആണ് ഏറ്റവും വലിയ കക്ഷി. 10 അംഗങ്ങളുടെ പിന്തുണയാണുള്ളത്. കോൺഗ്രസിനാകെ 4 അംഗങ്ങൾ ഉണ്ടായിരുന്നു, 6 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 4 പേരാണ് ഇന്നലെ വന്നത്. 2 പേർ ഇപ്പോഴും UDF പക്ഷത്ത് നിൽക്കുകയാണ്. അതായത് 10 + 4 14 ആയിക്കഴിഞ്ഞാൽ തന്നെ ഭരണം ഭൂരിപക്ഷമായി. അവിടെ 2 CPM-ന്റെ 2 സ്വതന്ത്രർ കൂടിയുണ്ട്. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ CPM ഇതിനോട് സഹകരിക്കുന്നില്ലെങ്കിൽ, ഇപ്പോൾ സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, ഇനിയും സഹകരിക്കുമെന്ന് തന്നെയാണ് അവർ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ വന്നാൽ 16 ആയി. പിന്നെ 1 മായ രാഹുലും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ 17 പേർ, ഇന്നലെ ഈ അവിശ്വാസത്തെ പിന്തുണച്ച 17 പേരും ഉള്ളപ്പോൾ വളരെ എളുപ്പം തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയും എന്നതാണ് നമുക്ക് എടുത്തു കാണാൻ സാധിക്കുന്നത്. ഫലത്തിൽ കേരള കോൺഗ്രസ് എം നേരിട്ട് അധികാരത്തിൽ വരില്ലെങ്കിലും പിന്നിൽ നിന്നുകൊണ്ട് ഡ്രൈവ് ചെയ്യുക എന്ന തന്ത്രം തന്നെയായിരിക്കും പാലയിൽ അവർ പയറ്റുക. കാരണം ഈ നേരിട്ട് അധികാരത്തിലേക്ക് വന്നാൽ പ്രതിപക്ഷത്തിരിക്കാൻ തെരഞ്ഞെടുത്ത ഒരു മുന്നണിയെ അവർ അധികാരം പിടിക്കുന്ന കാഴ്ച നേരിട്ട് കാണുന്നത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്ന് അവർ കരുതുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭരണത്തിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുക എന്നൊരു തന്ത്രം അവർ പയറ്റുന്നത്. ഫലത്തിൽ കേരള കോൺഗ്രസ് എം തന്നെ ഭരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. എന്തായാലും പാലാ നഗരസഭയിൽ അനിശ്ചിതത്വം തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു തട്ടിക്കൂട്ട് സംവിധാനം വന്നാൽ എത്ര നാൾ അത് തുടരുമെന്നുള്ള കാര്യവും കാത്തിരുന്ന് കാണേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി കേരള കോൺഗ്രസ് എം ആണ്. അവർ പുറത്തുനിന്ന് പിന്തുണച്ചുകൊണ്ട് വിമതരെ കൂട്ടി ഒരു ഭരണ സംവിധാനം, അതാണ് ആലോചിക്കുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസുമായി ചേരണം. അതൊരു ഭാവിയിലേക്കുള്ള ഒരു സഖ്യത്തിൻ്റെ തുടക്കമാകാം ഒരുപക്ഷെ പാല എന്നുള്ളത് കൂടി നമുക്ക് പ്രതീക്ഷിക്കണം. അത് കാത്തിരുന്ന് കാണാം. CPM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗ തീരുമാനങ്ങൾ സംസ്ഥാന സമിതി റിപ്പോർട്ട് ചെയ്യും. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച കേന്ദ്ര നേതൃത്വത്തിൻ്റെ വിലയിരുത്തലുകളും ചർച്ചയ്ക്ക് വരും. കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ സംഘടനാ രംഗത്ത് വരുത്തേണ്ട തെറ്റുതിരുത്തൽ നടപടികൾ ചർച്ച ചെയ്യാൻ വിശാല സംസ്ഥാന കമ്മിറ്റി യോഗം സെപ്റ്റംബറിൽ ചേരും. ഇതിൻ്റെ തീയതിയും തീരുമാനിക്കും. ദേശാഭിമാനി വാരാന്തപ്പതിപ്പ് വിവാദവും ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും തുടർന്നുള്ള
2 ദിവസങ്ങളായി നടക്കുന്ന സംസ്ഥാന സമിതിയിലും ചർച്ചയ്ക്ക് വരും. CPM-നെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ ഒന്നായി ദേശാഭിമാനി വിവാദം മാറിയിരുന്നു. പാർട്ടിയെ തുടർച്ചയായി പാർട്ടി പത്രം ഇത്തരത്തിൽ വിവാദത്തിലാക്കുന്നുണ്ട് എന്നുള്ള വിലയിരുത്തലും നേതാക്കൾക്കിടയിലുണ്ട് എന്ന് വേണം കരുതാൻ. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു തിരുത്തൽ, ഹൈക്കോടതി വിധിയുടെ തിരുത്തൽ സുപ്രീം കോടതി നടത്തിയത് ഇന്നലെയാണ്. മറ്റു മതക്കാരെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താനുള്ള ചട്ടം സുപ്രീം കോടതി തിരുത്തിയാൽ മാത്രമേ വഖഫ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകൂ എന്ന് വഖഫ് ബോർഡ് മുൻ ചെയർമാനും മുതിർന്ന CPM നേതാവുമായ TK ഹംസ പറഞ്ഞു. പക്ഷേ ഇന്നലെയുള്ള സുപ്രീം കോടതി വിധിയിൽ അങ്ങനെ ഒരു പരാമർശമുണ്ടായില്ല. ഈ ചില തിരുത്തലുകൾ മാത്രം വെച്ചുകൊണ്ട് മറ്റ് ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ അംഗീകരിക്കുകയായിരുന്നു. മറ്റ് മതക്കാരെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തുന്നത് പോലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ദേവസ്വം ക്ഷേത്ര ഭരണ സംവിധാനങ്ങളിൽ ഉൾപ്പെടുത്തണമെന്നും TK ഹംസ അഭിപ്രായപ്പെട്ടു. ഇന്ന് വരെ ഇല്ലാത്ത കീഴ്വഴക്കങ്ങളൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു നിയമം, മുസ്ലിങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കുന്ന, ദാനം ചെയ്ത സമ്പത്ത് സംരക്ഷിക്കുന്ന ബോർഡാണല്ലോ വഖഫ് ബോർഡ്. അതിൽ 2 അമുസ്ലിമുകൾ കയറണം എന്നത് ഇന്ന് വരെ ആരും കേട്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ നിലവിലുള്ള ആ ഒരു മതേതരത്വം മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയെ തകർക്കാനും സംഘർഷം ഉണ്ടാക്കാനുള്ള ഒരു തുടക്കം കുറേയായി കേന്ദ്രത്തിൽ BJP തുടങ്ങിയിട്ട്. അതിൻ്റെ ഭാഗമാണിത്. എന്നാൽ പിന്നെ ദേവസ്വം ബോർഡിൽ തരാണ്ട് മുസ്ലിം ഇല്ലാത്ത അതിൽ ക്രിസ്ത്യാനിൻ്റെ കൂടെ വഖഫ് ബോർഡിൽ മറ്റ് സമുദായത്തിലെ മെമ്പർമാരെ കയറ്റണം എന്ന ദുരുദ്ദേശപരമാണ്. അത് സ്വീകാര്യമല്ല എന്ന് സുപ്രീം കോടതി വിധിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം പുരോഗമിക്കുകയാണ്. BJP ആയാലും CPM ആയാലും കോൺഗ്രസ് ഒക്കെ ആയാലും ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ട്. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയെയും പ്രധാനപ്പെട്ട വിധികളുണ്ട്. അതിൽ പ്രധാനമാണ് ഇപ്പോൾ TK ഹംസ പറഞ്ഞ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയ വിഷയം. ഇത് കാര്യമായി തന്നെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ പുതിയ കോടതി വിധിയുമായൊക്കെ ബന്ധപ്പെട്ട്. എന്താണ് ഹംസ പറയുന്നത്? ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് കുറച്ചുകൂടി വ്യക്തമാണല്ലോ. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം TK ഹംസ വഖഫിന്റെ മുൻ ചെയർമാനാണ്. മാത്രമല്ല അദ്ദേഹം പല വിഷയങ്ങളിലും പാർട്ടിയുടെ നിലപാടുകൾ, അതേപോലെ അദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെ പലപ്പോഴും വ്യക്തമാക്കിയ ഒരു നേതാവ് കൂടിയാണ്. ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താനുള്ള ആ തീരുമാനം റദ്ദാക്കുന്നത് വരെ ഈ പ്രശ്നം തുടരുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അതായത് അമുസ്ലിങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇതിൽ ഏറ്റവും വിവാദപരമായിട്ടുള്ള ഒരു ഭാഗം. അത് ഒഴിവാക്കുന്നത് സുപ്രീം കോടതിയുടെ മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനുള്ള ഹർജി സുപ്രീം കോടതി മുമ്പിലാണുള്ളത്. സുപ്രീം കോടതി അതിൽ തീരുമാനമെടുത്താൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒപ്പം ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മറ്റു മതങ്ങളുടെ ദേവസ്വം ബോർഡിന്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ഒക്കെ ഭരണ സമിതിയിൽ അല്ലെങ്കിൽ നിയന്ത്രിക്കാനുള്ള സമിതിയിൽ അമുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നില്ല എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. ഈ വഖഫ് ബോർഡിൽ ഹിന്ദുക്കളെയും അല്ലെങ്കിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ മറ്റു മതങ്ങളുടെ ഭരണസ്ഥാപനങ്ങളിലും നിയന്ത്രണ സ്ഥാപനങ്ങളിലും ഈ അഹിന്ദുക്കളെ ആയുള്ളവരെ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ മറ്റു മതക്കാരെ ഉൾപ്പെടുത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അവർ ഈ മോഷ്ടിക്കുന്നതും അതേപോലെ ഈ വസ്തുവകകൾ ദുരുപയോഗം ചെയ്യുന്നതൊക്കെയാണ് ഇവരെ നിരീക്ഷിക്കുന്നതുകൊണ്ട് ഈ മറ്റു മതക്കാരെ ഇതിൽ ഉൾപ്പെടുത്തുമെന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ അവിടെയും ഇതേപോലെയൊക്കെ നടക്കുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അതൊക്കെ നിയന്ത്രിക്കാൻ മറ്റുള്ളവർക്ക് അവകാശം കൊടുക്കണം എന്നൊരു കാര്യമാണ് TK ഹംസ പറഞ്ഞു വയ്ക്കുന്നത്. അതിന് വ്യക്തിപരമായ അഭിപ്രായമായിട്ടാണെന്നാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. കാരണം സുപ്രീം കോടതിക്ക് മുമ്പാകെയുള്ള ഈ ഒരു ഹർജി അതിൽ തീർപ്പാക്കുന്നതുവരെ ഇത്തരത്തിലുള്ള നടപടികൾ ഒരുപാട് നേരിടേണ്ടി വരും. കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. രഞ്ജിത്ത്, TK ഹംസയുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്ന വിഷയത്തിലടക്കമാണ് വലിയ പ്രതികരണം TK ഹംസയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. പുതിയ KPC അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും സോണിയാഗാന്ധിയെയും നേരിൽ കണ്ട് മുഖ്യമന്ത്രി VD സതീശൻ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട തന്റെ അഭിപ്രായം അറിയിച്ചു. കേരളത്തിലെ പ്രമുഖ നേതാക്കളെ ഓരോരുത്തരെയായി ഡൽഹിയിലേക്ക് വിളിച്ച് വ്യക്തിപരമായ അഭിപ്രായം തേടിയ ശേഷമായിരിക്കും ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം എടുക്കുക. കൊടിക്കുന്നിൽ സുരേഷ്, മാത്യു കുഴൽനാടൻ, ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പിൽ തുടങ്ങിയ പേരുകളാണ് ചർച്ചകളിൽ സജീവമായി ഉള്ളത്. ഡാൻ കുര്യനുണ്ട്. ഡാന്, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ചർച്ചയാണ്. കാരണം KPCC അധ്യക്ഷനില്ലാത്തതിൻ്റെ പ്രശ്നം പാർട്ടി ഭരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ള വിമർശനം ഉയർന്നിട്ടുണ്ട്. പാർട്ടിയുടെ പല നിലപാടുകളും സർക്കാരിനെ ബോധ്യപ്പെടുത്തുക എന്ന കാര്യത്തിൽ ഇപ്പോഴും ചില ആശയക്കുഴപ്പങ്ങളും അവ്യക്തതകളും മറ്റുമുണ്ട്. അപ്പോൾ ഒരു മുഴുവൻ സമയ പ്രസിഡന്റിലേക്ക് കാര്യങ്ങൾ എത്തണം. അതിനുള്ള ചർച്ചകളാണല്ലോ സജീവമായി നടക്കുന്നത്. ആരുടെ പേരിനാണ് ഇപ്പോൾ മുൻതൂക്കം?
കേരളത്തിലെ പുതിയ KPCC അധ്യക്ഷനെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് സജീവമായ ഇടപെടലുകളും ചർച്ചകളുമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി കൂടിയായ VD സതീശനെ ആദ്യഘട്ട ചർച്ചകൾക്കായി കഴിഞ്ഞ ദിവസം ദേശീയ നേതൃത്വം ഡൽഹിയിലേക്ക് വിളിച്ചത്. അദ്ദേഹം മല്ലികാർജ്ജുന ഖാർഗെയുമായും സോണിയാഗാന്ധിയുമായും നേരിൽ കണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ അറിയിക്കുകയും പാർട്ടിയും സർക്കാരും തമ്മിൽ ഏകോപനം ഉണ്ടാകേണ്ടതിൻ്റെ പ്രാധാന്യം, അത്തരത്തിൽ ഏകോപനത്തിലേക്ക് നയിക്കുന്ന ഒരാളാകണം അധ്യക്ഷ പദവിയിലേക്ക് എത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം. പക്ഷേ ഇന്നലെ പ്രതിഷേധ സമരങ്ങൾ നടന്ന പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയെ നേരിൽ കണ്ട് 4 മണിക്കായിരുന്നു രാഹുൽ ഗാന്ധിക്ക് കൂടിക്കാഴ്ച അനുവദിച്ചിരുന്നത്. പക്ഷേ ആ കൂടിക്കാഴ്ച നടന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും VD സതീശന് പിന്നാലെ, മുഖ്യമന്ത്രിക്ക് പിന്നാലെ സംസ്ഥാനത്തെ KPCCയുടെ നിലവിലെ അധ്യക്ഷൻ സണ്ണി ജോസഫ്, മറ്റ് വർക്കിംഗ് പ്രസിഡന്റുമാർ, അതോടൊപ്പം സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, ഇവരുമായി എല്ലാം ഒറ്റയ്ക്ക് ഹൈക്കമാൻഡ് നേതൃത്വം വിശദമായ അഭിപ്രായം തേടൽ നടത്തും. അതിനുശേഷം മാത്രമേ ഒരു ഒറ്റ പേരിലേക്ക് എത്തൂ. നിലവിൽ ഒറ്റ പേരിലേക്ക് എത്താൻ ദേശീയ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. കാരണം നമുക്കറിയാം KC പക്ഷവും അതോടൊപ്പം VD പക്ഷവും 2 പേരുകൾ, അല്ലെ 2-3 പേരുകൾ പ്രധാനമായി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി VD പക്ഷം സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുന്നത്. അതേസമയം KC പക്ഷത്ത് നിന്ന് മാത്യു കുഴൽനാടൻ, അതോടൊപ്പം ഷാഫി പറമ്പിൽ തുടങ്ങിയ പേരുകളാണ് സജീവമായി ഉയർന്നു കേൾക്കുന്നത്. ഇവർക്ക് പുറമെയാണ് ക്രൈസ്തവ പ്രാതിനിധ്യം വേണം അധ്യക്ഷ പദവിയിൽ എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബെന്നി ബെഹനാന്റെ പേരും, അതോടൊപ്പം മറ്റ് പദവികളുള്ളവരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതില്ല, മുഴുവൻ സമയ ചുമതലയുള്ള ഒരാളെ വേണം ഈ പുതിയ ദൗത്യം ഏൽപ്പിക്കാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2029 നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ജോസഫ് വാഴയ്ക്കൻ അവസരം കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു വിഭാഗവുമുണ്ട്. ഇങ്ങനെ പല പേരുകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ച പുരോഗമിക്കുകയാണ്. അത് ഒറ്റ പേരിലേക്ക് എത്തിക്കുക എന്നതാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുമ്പിലെ വെല്ലുവിളി. അതിന് മുന്നോടിയായാണ് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി ഡാൻ. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് പുതിയ സംഘം ഇന്ന് കണ്ണൂരിലെത്തും. മലപ്പുറം ക്രൈംബ്രാഞ്ച് SP മോഹന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് കേസ് അന്വേഷണ ചുമതല. ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി തേടി ഉള്ള അപേക്ഷ കോടതിയിൽ നൽകിയിട്ടുണ്ട്. KV ബൈജു ചേരുകയാണ്. ബൈജു, ഇന്നലെ ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു, തൻ്റെ അതൃപ്തി ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചിരുന്നു. അന്വേഷണ സംഘത്തെ മാറ്റി. ഈ അന്വേഷണ വീഴ്ച ചൂണ്ടിക്കാട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിൽ കുടുംബം ഈ പുതിയ അന്വേഷണ സംഘത്തിൽ തൃപ്തരാണോ? അവർ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യം എന്താണ്? ഈ റാമിന് ജാമ്യം കിട്ടുന്ന അടക്കമുള്ള വീഴ്ചകൾ പഴയ സംഘത്തിന്റെ ഭാഗത്തുണ്ടായി എന്നുള്ള ആരോപണമുണ്ടല്ലോ. തീർച്ചയായും രഞ്ജിത്ത്, ഇന്ന് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കാരണം ഒരിക്കൽ റാമിനെ അറസ്റ്റ് ചെയ്യുന്നു, പക്ഷേ സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള അറസ്റ്റിനെ തുടർന്ന് കോടതി ഇയാളെ വെറുതെ വിടുന്ന സാഹചര്യം. അതായത് 100 ദിവസം ഒളിവിൽ കഴിഞ്ഞ ഒരു പ്രതിയെ സുപ്രീം കോടതി പോലും മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ പ്രതിയെ പിടികൂടി. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും, അതായത് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച സംഭവിക്കുന്നു. ഇതേ തുടർന്ന് ഇയാളെ വെറുതെ വിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഉണ്ടായിരുന്ന അന്വേഷണ സംഘത്തിന് മുഴുവൻ ആളുകളെയും മാറ്റി പുതിയ അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറം ക്രൈംബ്രാഞ്ച് SP മോഹനചന്ദ്രനാണ് അന്വേഷണ ചുമതല. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗം മേൽനോട്ടം വഹിക്കുന്ന പുതിയ സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. ഏതായാലും റാമിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ, തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഈ സംഘം അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കോടതി റാമിന് നോട്ടീസ് അയക്കും. ഇതിനെ തുടർന്ന് പിന്നീട് റാം ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ ഹാജരാകേണ്ടതുണ്ട്. വീണ്ടും ഇതേ കോടതിയിൽ തന്നെ റാമിനെ ഹാജരാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുക. ഏതായാലും റാമിന് ഇനി എല്ലാ പഴുതുകളും അടച്ചുള്ള ഒരു നടപടികൾ, അതാണ് ക്രൈംബ്രാഞ്ച് സംഘം ആലോചിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും നിലവിലുണ്ടായിരുന്ന ഈ മുഴുവൻ ആളുകളെയും, ആ സംഘത്തിലുണ്ടായിരുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിലുള്ള ആളുകളെയും മാറ്റിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിന് വലിയ അതൃപ്തി ഉണ്ടായ ഒരു സംഭവമാണ്. ഇതിൽ DGPയോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ്, അനുമതി കോടതി നൽകിയേക്കാം. എന്തായാലും വളരെ പ്രമാദമായ ഒരു കേസിലാണ്. പോലീസിന്റെ തുടക്കം മുതലേ തന്നെ പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്ന, അല്ലെങ്കിൽ റാമിനെ, ഈ ഒന്നാം പ്രതിയായ റാമിനെ ഇത്തരത്തിൽ രക്ഷപ്പെടുത്താനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്ത് നടത്തുന്നത് ആക്ഷേപം വരുന്ന ഒരു കേസിലാണ്. കഴിഞ്ഞ ദിവസം കുടകിൽ നിന്നുമാണ് ഈ ഒരു റാം പിടിയിലാകുന്നത്. ആ ഒരു പ്രതിയെ കോടതിയിൽ എത്തിക്കുന്നതിൽ വലിയ വീഴ്ചയാണ്, അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള
സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ഒരു അറസ്റ്റ്, അങ്ങനെ വിട്ടയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇന്ന് ഇത് സംബന്ധിച്ച കൂടുതൽ നീക്കങ്ങൾ ഉണ്ടായേക്കാം. ഒരു പക്ഷേ നാളെയോടുകൂടി റാം ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ ഹാജരായേക്കാം. അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് റാമിന്റെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ ഒരു നിതിൻ രാജ് ഇത്തരത്തിൽ ജീവനൊടുക്കാൻ കാരണമെന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ പോലീസ് നീക്കിയിരുന്നു. 4 പേർ, ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട 4 പേർ മാത്രമാണ് ഇതുവരെ ഈ കേസിൽ അറസ്റ്റായത്. നേരത്തെ മറ്റൊരു പ്രതിയായ സംഗീത നമ്പ്യാർക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഇവരുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് വിട്ടേക്കുന്ന സാഹചര്യമുണ്ട്. ഇതിൽ റാമിന്റെ അറസ്റ്റ് ഉണ്ടാകണമെന്നൊരു ആവശ്യം തന്നെയാണ് കുടുംബം ആദ്യം മുതൽ തുടക്കം മുതലേ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഇയാൾ പലയിടത്തും ഒളിവിലായിരുന്നു, അതുകൊണ്ട് പിടികൂടാൻ കഴിയുന്നില്ല എന്ന രീതിയിലൊക്കെയായിരുന്നു കാര്യങ്ങളുടേത്. ഏറ്റവും ഒടുവിൽ പിടികൂടി കോടതിയിൽ ഹാജരാക്കുമ്പോൾ അതിന്റെ ഗൗരവം അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഈ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും വലിയ തോതിൽ വീഴ്ചയുണ്ടായി. അതേ തുടർന്നാണ് വിട്ടേക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ റാമിനെ മാത്രമല്ല, ഈ കേസിൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ CCTV ദൃശ്യങ്ങളിൽ ഏറ്റവും അവസാനമായി നിതിൻ രാജുമായി ഇത്തരത്തിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ നിതിൻ രാജിനെ വലിയ മാനസിക സമ്മർദ്ദമുണ്ടാക്കിയ ആ ഒരു സംഭവം, അതിൽ ഇടപെട്ട അല്ലെങ്കിൽ ആ ഉൾപ്പെട്ട ആളുകൾക്കെതിരെയും നടപടി വേണമെന്നൊരു ആവശ്യം തന്നെയാണ് കുടുംബം ഉന്നയിക്കുന്നത്. എന്തായാലും റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പുതിയ സംഘം നടത്തുന്നത്. ബൈജു ആണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. അതേസമയം കേസിൽ അന്വേഷണ വീഴ്ച ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. നവമി ദിനേശ് ഉണ്ട്. നവമി, അന്വേഷണ വീഴ്ച അതിന്റെ അടിസ്ഥാനം അത് ആഭ്യന്തര വകുപ്പിന് കൂടി മനസ്സിലായി എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണല്ലോ അന്വേഷണ സംഘത്തെ തന്നെ മാറ്റി പുതിയൊരു സംഘത്തെ, ഐദ ബീഗത്തെയൊക്കെ മേൽനോട്ടത്തിനായി നിയമിച്ചത്. ആഭ്യന്തരമന്ത്രി ഇന്നലെ ആ കാര്യം തുറന്നു പറയുകയും ചെയ്തു. ഇപ്പോൾ കോടതിയുടെ മുന്നിൽ വരുന്ന വിഷയം എന്താണ്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന മന്ത്രി തന്നെ അത് സമ്മതിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് കോടതിയിൽ ഈ ഹർജി പരിഗണിക്കുമ്പോൾ കേസിന്റെ അന്വേഷണം ശരിയായ ദിശയിലല്ലെന്നും പോലീസ് നടപടിക്രമങ്ങൾ പാലിക്കുന്നില്ല എന്നുമാണ് നിതിൻ രാജിന്റെ കുടുംബം ഇന്ന് കോടതിയെ അറിയിക്കുക. ഇതാണ് ഉപഹർജിയിൽ പ്രധാനമായും ഇവർ ഉയർത്തുന്ന ആക്ഷേപവും. കേസിലെ ഏക പ്രതി ഡോക്ടർ റാമിന്റെ അറസ്റ്റിൽ പോലീസിന് സംഭവിച്ച ഗുരുതര വീഴ്ചയും കുടുംബത്തിന്റെ അഭിഭാഷക ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. അതോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട അടിസ്ഥാന നടപടിക്രമങ്ങളിൽ പോലീസ് വീഴ്ച വരുത്തിയത് പ്രതിയെ രക്ഷിക്കാനാണ് എന്ന ആക്ഷേപമാണ് കുടുംബം പ്രധാനമായും ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും റാമിന്റെ അറസ്റ്റ് ചെയ്തതിൽ വീഴ്ചയിൽ സ്വീകരിച്ച നടപടി എന്തൊക്കെയാണ് എന്നത് സർക്കാർ ഇന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്തു. അറിയിക്കും. അറസ്റ്റിലെ വീഴ്ച ഉന്നത പോലീസ് നേതൃത്വം അന്വേഷിക്കുന്നുണ്ടെന്നാണ് സർക്കാർ ഇന്ന് കോടതിയിൽ പ്രധാനമായും അറിയിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഉപഹർജി ഇന്ന് പരിഗണിക്കുന്നത്. രാവിലെ 11 മണിയോടുകൂടി തന്നെ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും കുടുംബം നൽകിയിരിക്കുന്ന ഉപഹർജിയിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ആക്ഷേപം ഈ ഏക പ്രതിയായിട്ടുള്ള റാമിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നടപടിക്രമങ്ങളിലൊക്കെ വലിയ വീഴ്ച സംഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ വീഴ്ച വരുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക് കടന്നതെന്നാണ് ഇന്ന് പ്രധാനമായും കുടുംബം വാദിക്കുക. എന്തായാലും ആ വീഴ്ചയിൽ എന്താണ് തുടർ നടപടികൾ സ്വീകരിച്ചതെന്ന വിശദീകരണമായിരിക്കും കോടതിയിൽ ഇന്ന് സർക്കാർ സ്വീകരിക്കുന്ന നിലപാട്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസമാണ് അമ്മയിലെ തർക്കവുമായി ബന്ധപ്പെട്ട് അമ്മയിലെ വനിതാ അംഗങ്ങൾ തമ്മിൽ വലിയ സോഷ്യൽ മീഡിയ പോരൊക്കെ ഉണ്ടായിരുന്നത്. ശ്വേതാ മേനോൻ, അമ്മയുടെ പ്രസിഡന്റിന്റെ ട്വീറ്റ് അല്ലെങ്കിൽ പോസ്റ്റിനെതിരെ മാലാ പാർവതിയാണ് ഇന്നലെ രംഗത്ത് വന്നത്. ഇതിനിടയിലാണ് ടിനി ടോമിനെതിരായ വർഗീയ അധിക്ഷേപ കേസ് അത് അൻസിബയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതിൽ കൂടുതൽ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അൻസിബ കൊടുത്ത അടുത്ത കേസിലും അടുത്ത പരാതിയിലും കേസെടുക്കാൻ സാധിക്കില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. നീനാക്കുറുപ്പ്, ശ്വേതാ മേനോൻ എന്നിവരുടെ മൊഴി കടവന്ത്ര പോലീസ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് വിവരം. ഇന്നലെ ടിനിൽ ടോമിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു. നവമി ദിനേശ് ചേരുകയാണ്. നവമി, പോലീസ് പലപ്പോഴും ഈ കേസുകളിൽ തങ്ങളുടെ നിലപാട് ഈ പരാതികളിൽ കേസെടുക്കാനാവില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ വർഗീയ അധിക്ഷേപം എന്നുള്ളത് കുറച്ചുകൂടി ഗൗരവമായി കണ്ടിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അതിൻ്റെ ഭാഗമായാണല്ലോ ഈ മൊഴിയെടുക്കലും മറ്റും.
അതെ രഞ്ജിത്ത്, എന്തായാലും ടിനി ടോമിന് മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കില്ല. ചിലപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കാനുള്ള ഒരു സാഹചര്യമാണ്. ഇന്നലെ വൈകിട്ട് ഒരു 6 മണിയോടുകൂടിയാണ് ടിനി ടോം പോലീസ് സ്റ്റേഷൻ, കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. അതിനുശേഷം അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നടപടിക്രമത്തിന്റെ ഭാഗമായി ശ്വേത മേനോനെയും മീന കുറുപ്പിനെ അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തും. കാരണം ഇത് കടവന്ത്രയിലെ ഒരു അമ്മയുടെ കുടുംബ സംഗമ വേദിയിൽ വെച്ചായിരുന്നു ഈ ഇത്തരത്തിലൊരു വർഗീയ പരാമർശം ടിനി ടോം നടത്തിയതെന്നാണ് നീന കുറുപ്പ് അൻസിബയോട് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് അൻസിബ പരാതി നൽകുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ നീന കുറുപ്പിന്റെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴിയിൽ നീന കുറുപ്പ് ഉറച്ചു നിൽക്കുകയും അങ്ങനെ വർഗീയ പരാമർശം നടത്തിയെന്ന് പറഞ്ഞു. പിന്നീട് ഇത് കോടതിയിലെത്തിയപ്പോൾ നീന കുറുപ്പിന്റെ മൊഴിയടക്കം ഏറെ നിർണായകമായതിനെ തുടർന്ന് തന്നെയാണ് കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തത്. എന്തായാലും ശ്വേത മേനോൻ പറയുന്നത് താൻ അത്തരത്തിലൊരു ടിനി ടോം ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് താൻ കേട്ടിട്ടില്ല എന്നാണ് ശ്വേത മേനോൻ എടുത്ത നിലപാടും. എന്തായാലും ഇതിൽ വീണ്ടും ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. ടിനി ടോം ഇന്നലെ നൽകിയ മൊഴി താൻ അത്തരത്തിൽ വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടില്ല, സുഹൃത്തുക്കൾക്കിടയിൽ സ്വാഭാവികമായും മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞതാണ്, അല്ലാതെ ഈ പറയുന്നത് പോലെയുള്ള വർഗീയ പരാമർശങ്ങൾ തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ടിനി ടോം പോലീസിനോട് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് അടക്കം പോലീസ് കോടതിയിൽ സമർപ്പിക്കും. നേരത്തെ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഇത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കഴിയില്ല എന്നായിരുന്നു. പക്ഷേ കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പിന്നീട് അൻസിബയുടെ പരാതിയിൽ കടവന്ത്ര പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രഞ്ജിത്ത്, മറ്റൊരു കാര്യം, ലക്ഷ്മിപ്രിയക്കെതിരായിട്ടുള്ള പരാതിയിൽ, അതായത് നേരത്തെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അൻസിബയെ അപകീർത്തിപരമായിട്ടുള്ള തരത്തിൽ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലൊക്കെ പരാമർശങ്ങൾ നടത്തിയെന്നായിരുന്നു അൻസിബയുടെ പരാതിയിൽ പറയുന്നത്. അതിൽ കേസെടുക്കാൻ കഴിയില്ല എന്നാണ് പ്രോസിക്യൂഷൻ ഇന്നലെ കോടതിയെ അറിയിച്ചത്. ഈ വീഡിയോ പരിശോധിച്ചു. അതിൽ ഈ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അൻസിബയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊന്നും തന്നെ ലക്ഷ്മിപ്രിയ നടത്തിയിട്ടില്ല. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കാൻ കഴിയില്ല എന്നായിരുന്നു ഇന്നലെ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. എന്തായാലും അതും വിധി പറയാനായി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അൻസിബ നൽകിയ പരാതികളിലാണ് പോലീസിന്റെ കോടതി നിർദ്ദേശത്തെ തുടർന്നുള്ള പോലീസിന്റെ കേസെടുക്കലിൽ ചോദ്യം ചെയ്യലുകൾ, മൊഴിയെടുപ്പുകൾ ഇതെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി. ഇറാനുമായുള്ള സംഘർഷത്തിൽ US-ന് ഇതുവരെ ചെലവായത് $3750 കോടി, ഏതാണ്ട് 3.61 ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമായ ഒരു തുകയാണ് ഇത്. എത്ര വലിയ തുകയാണെന്ന് നോക്കൂ. ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സറ്റ് ആണ് US കോൺഗ്രസിൽ ഈ കണക്കുകൾ വെളിപ്പെടുത്തിയത്. കൂടുതൽ തുക യുദ്ധത്തിനായി അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്ന പശ്ചാത്തലമുണ്ടായി. ഇതിനിടെ തുടർച്ചയായ 11ാം ദിവസവും US ഇറാന് നേരെ ആക്രമണം നടത്തി. ഇറാനിലെ ആണവ മേഖലയായ പിക്കാസ് പർവ്വത നിരകൾ ആക്രമിക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് ഭീഷണി മുഴക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അജയ് സുധാ ബിജു ഉണ്ട്. അജയ്, ഈ ഡെമോക്രാറ്റുകളുടെ ഭാഗത്തു നിന്ന് വലിയ എതിർപ്പ് ഈ യുദ്ധച്ചെലവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏതാണ്ട് 4 ലക്ഷം കോടി രൂപയ്ക്ക് അടുത്തതെന്നൊക്കെ പറയുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ കാര്യമല്ല. എങ്കിലും ഭാവിയിൽ ഇത് തുടർന്നാൽ രാജ്യം തന്നെ വല്ലാത്ത തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന ആശങ്ക അവിടുത്തെ ജനങ്ങൾക്കുണ്ട്, ഡെമോക്രാറ്റുകൾക്കും പ്രധാനമായും ഉണ്ട്. എന്താണ് സംഭവിച്ചത് ഇന്നലെ ഈ ചെലവുകൾ പുറത്തു വന്നതിന് ശേഷം? രഞ്ജിത്ത്, ട്രംപ് ഭരണകൂടത്തിലെ പലരും ഈ ചെലവിനെ പറ്റി പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരു കാര്യം, വിയറ്റ്നാമിൽ മുൻപ് സംഘർഷമുണ്ടായപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ US ഓപ്പറേഷൻ നടത്തിയപ്പോഴും ചെലവായതിനേക്കാൾ വളരെ ചെറിയൊരു തുക മാത്രമാണ് ഇപ്പോൾ ചെലവാകുന്നത്. മാത്രമല്ല, അപ്പോൾ കൊല്ലപ്പെട്ട US സൈനികരുടെ എണ്ണവുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഇപ്പോൾ അത്രയും ആൾനാശം സംഭവിച്ചിട്ടില്ല എന്നൊക്കെയാണ്. എന്നാൽ ഇതിനെതിരെ വലിയ പ്രതിഷേധം തന്നെ ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. ഇന്നലെ പീറ്റ് ഹെക്സറ്റ് US കോൺഗ്രസിൽ ഹാജരായ സമയത്ത് തന്നെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ചില അംഗങ്ങൾ ചില പ്ലക്കാർഡുകളും ബാനറുകളും ഒക്കെ ഉയർത്തിക്കൊണ്ട് പീറ്റ് ഹെക്സറ്റിനെതിരെ പ്രതിഷേധിച്ചു. സ്റ്റോപ്പ് കില്ലിംഗ് ചിൽഡ്രൻസ് ഇൻ പാലസ്തീൻ ആൻഡ് ഇറാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും ഒരു പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തിയത്. പീറ്റ് ഹെക്സറ്റ് കഴിഞ്ഞ മെയ്ക്ക് ശേഷം ഇപ്പോഴാണ് US കോൺഗ്രസിൽ ഹാജരാകുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ മെയ്യിൽ അദ്ദേഹം അവതരിപ്പിച്ച കണക്കുകളേക്കാൾ $8 ബില്യൺ അധിക
അധിക ചെലവാണ് ഇപ്പോൾ യുദ്ധത്തിനായി ചെലവായിട്ടുള്ളത്. മൊത്തം 37.5 ബില്യൺ ഡോളറിൻ്റെ ചെലവാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഇന്ത്യൻ രൂപയിലേക്ക് കണക്കാക്കുമ്പോൾ 3.61 ലക്ഷം കോടിയോളം വരും. ഇത് തീർച്ചയായിട്ടും ഒരു വലിയ തുക തന്നെയാണ്. ഇത് മാത്രമല്ല, പീറ്റെക്സെറ്റിൻ്റെ മറ്റൊരു ആവശ്യം അത് US കോൺഗ്രസിനെ ഒട്ടാകെ ഞെട്ടിച്ചതാണ്. അതായത് ഈ സൈനിക ആവശ്യങ്ങൾക്കായി മൊത്തം ചെലവിനായി ഇനി ഒരു 87 ബില്യൺ ഡോളർ അധിക തുക അനുവദിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഇതിൽ 67 ബില്യൺ ഡോളർ ചെലവും പശ്ചിമേഷ്യയിലെ ആവശ്യങ്ങൾക്കായിരിക്കും ചെലവാക്കാൻ പോകുന്നതെന്നാണ് പീറ്റ് ഹെഗ്സെറ്റ് പറഞ്ഞത്. ഇപ്പോൾ ഇങ്ങനെയിരിക്കെ തുടർച്ചയായിട്ടുള്ള 11ാം ദിവസവും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്ക് ശക്തമായിട്ടുള്ള ആക്രമണം നടന്നിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ ഇറാനിലെ സൈനിക താവളങ്ങൾ, അതുപോലെ സമുദ്ര നിരീക്ഷണ കേന്ദ്രങ്ങൾ, സൈനിക വിമാന ഹങ്കറുകൾ, ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ തുടങ്ങിയവയാണ് തകർത്തിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും ചബഹർ, അതുപോലെ കൊണാർക്ക് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ആക്രമണം നടന്നു. വടക്ക് പടിഞ്ഞാറൻ ഇറാനിലുള്ള തബ്രീസ് എന്ന പ്രവിശ്യയിൽ ആക്രമണം നടന്നിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറൻ ഈ ഖുസസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിലും ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ടെഹ്റാനിലും ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് സൈറനുകളൊക്കെ തുടർച്ചയായിട്ട് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ട്രംപിൻ്റെ ഒരു പ്രതികരണവും പുറത്തു വന്നിട്ടുണ്ട്. ട്രംപ് കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇത്തരമൊരു കാര്യം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇറാനിലെ പുതിയ ആണവ ഫെസിലിറ്റീസ് എല്ലാം സ്ഥിതി ചെയ്യുന്നത് പിക്കാക്സ് പർവ്വത നിരകളിലാണ്. ഈ പിക്കാക്സ് പർവ്വത നിരകൾ US അധികം വൈകാതെ തന്നെ ആക്രമിക്കും എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇറാന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ പശ്ചിമേഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലേക്കൊന്നും ആക്രമണങ്ങൾ ആരംഭിച്ചിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും ശത്രുക്കൾക്ക് തിരിച്ചടി നൽകും എന്നുള്ള IRGCയുടെ ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. ഈ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ ക്രൂഡ് ഓയിൽ വില നിലവിൽ $97.51 ആയി എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. തീർച്ചയായും ഏതായാലും യുദ്ധം അവസാനിക്കുന്നില്ല. ഇപ്പോഴും പരസ്പരം വെല്ലുവിളികൾ തുടരുകയാണ്. ട്രംപിൻ്റെ ഭീഷണിയും തുടരുകയാണ്. ഇതിനിടയിലാണ് അമേരിക്കയോട് ഞെട്ടിപ്പിക്കുന്ന പ്രതിരോധ ബജറ്റ് പുറത്തു വന്നിരിക്കുന്നത്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഗുരുതര ആരോപണവുമായി യുവാവ്. പരിശോധനയുടെ പേരിൽ അടിവസ്ത്രം ഉൾപ്പെടെ ഊരിമാറ്റി അപമാനിച്ചതായാണ് കാസർഗോഡ് ചെനോട് സ്വദേശി ഉസൈനാർ മഷാദിന്റെ പരാതി. സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഉൾപ്പെടെ മഷാദ് പരാതി നൽകി. കണ്ണൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ കൊടിയ പീഡനത്തിനാണ് കാസർഗോഡ് സ്വദേശിക്ക് നേരിടേണ്ടി വന്നത്. ഏതായാലും അദ്ദേഹം തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ കസ്റ്റംസിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് എന്താണ് നേരിടേണ്ടി വന്നത്? ഞാൻ 19-ാണ് ദുബായിൽ നിന്ന് കണ്ണൂരിൽ വന്നിറങ്ങുന്നത്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ചെക്കിംഗ് ബാഗേജ് എടുത്തിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു ലേഡി, കസ്റ്റംസിലുള്ള ഒരു ലേഡി എന്നോട് പാസ്പോർട്ട് വാങ്ങിയിട്ട് എന്നോട് ചോദിച്ചു, പിന്നെ കാസർഗോഡ് അല്ലേ, എന്തിനാണ് കണ്ണൂർ വന്നിറങ്ങുന്നത്, മംഗലാപുരം അടുത്തല്ലോ. ഞാൻ പറഞ്ഞു അത് എൻ്റെ കൺവീനിയൻസ് അല്ലേ, ഞാൻ പിന്നെ ഈ ഒരു ഇന്ത്യൻ പൗരനാണ്, ഇന്ത്യയിൽ ഏത് വിമാനത്താവളത്തിൽ ഇറങ്ങണമെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത്. അതുകൂടാതെ എൻ്റെ തൊട്ടടുത്തുള്ള വിമാനത്താവളമാണ് കണ്ണൂർ. മംഗലാപുരം ആണെങ്കിൽ അത് കർണാടകയിലുള്ളതാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കണ്ണൂരാണ്. അതുകൊണ്ടാണ് വന്നിറങ്ങുന്നത്. അങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അതിനുശേഷം നടന്നത് വളരെ ഇതായിട്ടുള്ള ഒരാൾക്കും പിന്നെ ഇനി ഭാവിയിൽ ഉണ്ടായിക്കൂടാന്ന് ആഗ്രഹിക്കുന്നുള്ള കാര്യങ്ങളാണ്. എൻ്റെ വസ്ത്രങ്ങളെല്ലാം അവർ അയച്ചു വെക്കാൻ പറഞ്ഞു. അയച്ചു വെച്ചിട്ട് ഞാൻ എന്തൊക്കെ അടിവസ്ത്രം അടക്കം ഇവർ കൊടുത്തിട്ട് സ്കാൻ ചെയ്തിട്ട് എനിക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഞാൻ ഇട്ടിട്ടായിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു 20ഓളം പേര് ചേർന്നിട്ട് ക്രൂരമായിട്ട് ക്രൂശിച്ചിട്ട് കളിയാക്കി. അതിൽ സപ്പോർട്ടിങ് സ്റ്റാഫ് ഉണ്ട്, ഇവരെന്നെ കൊളീഗ് ഉണ്ട്, എല്ലാവരും കൂടിയിട്ട്. ആ സ്ത്രീ പിന്നെ ഈ ഞാനിങ്ങനെ ചോദിച്ചില്ലേ കണ്ണൂർ ഇറങ്ങിയാൽ എന്താ പ്രശ്നം, അതിനുള്ള പ്രതികാരം തീർത്തതാണ്. എനിക്ക് 100% ഉറപ്പുണ്ട്. അല്ലാതെ പ്രധാനമായി ആവശ്യപ്പെടുന്നത് അവിടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടാവുമല്ലോ, എന്താണ് ആവശ്യപ്പെടുന്നത്? CCTV ദൃശ്യമുണ്ട്. CCTV ദൃശ്യം പുറത്ത് വീണം സംരക്ഷിക്കണം. കാരണം വെച്ചാൽ പിന്നെ ഡിലീറ്റ് ആയെന്ന് പറയാൻ പറ്റില്ലല്ലോ. സംരക്ഷിക്കണം, അത് അന്വേഷണത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി ഇതാക്കണം. CCTV കഴിയുന്നുണ്ടെങ്കിൽ പുറത്ത് വീണം. കാരണം വെച്ചാൽ അതിലെല്ലാം ഉണ്ടാവും. പിന്നെ ഇവർ പോയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതും ചെവിയിൽ പോയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതും എൻ്റെ ഡ്രസ്സ് അയക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത് എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. പരാതി മുഖ്യമന്ത്രി ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. എന്താണ് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്, ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്, സ്റ്റേറ്റ് നൽകിയിട്ടുണ്ട്, പിന്നെ നാഷണൽ നൽകിയിട്ടുണ്ട്, പിന്നെ നോർക്കാലേക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്, പിന്നെ കൊച്ചിൻ കസ്റ്റംസിലേക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു CCTV വേണം, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു റിപ്ലൈ വന്നിട്ടുണ്ട്, കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർവേഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ ഇന്നലെയാണ് അയച്ചിട്ടുള്ളത്, മിനിഞ്ഞാന്ന് രാത്രിയാണ് അയച്ചിട്ടുള്ളത്. പിന്നെ ഇന്നലെ മുഖ്യമന്ത്രിക്ക് ഓൺലൈനായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്.
ഇന്നിപ്പോൾ MLA കാണാൻ പോവാണ്. MLAക്ക് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് MLA കാണാൻ പോവാണ്. എന്തായാലും ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. ഇതിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ സൂക്ഷിച്ചു വെക്കണം, അത് പുറത്തു വേണമെന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. കാസർഗോഡ് നിന്നും KB ബൈജു, ന്യൂസ് 18. തിരക്ക് കൂടിയ സമയങ്ങളിൽ ഇന്നു മുതൽ കൊച്ചി മെട്രോ അധിക പീക്ക് അവർ ട്രെയിൻ സർവീസുകൾ നടത്തും. കഴിഞ്ഞ 3 മാസമായി ദിവസേനയുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ തുടർച്ചയായ വർധനവുണ്ടായതിനെ തുടർന്നാണ് നടപടി. രാവിലെ 8 മുതൽ രാവിലെ 10 വരെയും വൈകുന്നേരം 4 മുതൽ വൈകുന്നേരം 7 വരെയുമാണ് കൂടുതൽ സർവീസുകൾ. തിരക്കേറിയ സമയങ്ങളിൽ ഓരോ 6 മിനിറ്റ് 45 സെക്കൻഡിൽ ഒരു ട്രെയിൻ എന്ന വർദ്ധിത രീതിയിലായിരിക്കും മെട്രോ ട്രെയിനുകൾ സർവീസ് നടത്തുക. 3 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ അധിക സേവനങ്ങൾ ഉണ്ടാവും. അതിനുശേഷം യാത്രക്കാരുടെ പ്രതികരണം അവലോകനം ചെയ്ത് പുതുക്കിയ ഷെഡ്യൂൾ തുടരണമോ എന്ന് തീരുമാനിക്കും. കണ്ണൂർ ചക്കരക്കല്ലിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് പിക്കപ്പ് വാനിലിടിച്ച് യുവാവിന് ഗുരുതര പരിക്ക്. ബൈക്ക് യാത്രക്കാരനായ രാഹുലിനാണ് പരിക്കേറ്റത്. വാരം CH സെന്ററിന് മുൻവശമായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ബൈക്ക് ഇവിടെ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിൽ ഇടിക്കുകയായിരുന്നു. തെറിച്ചുവീണ ബൈക്ക് യാത്രികനെ ആദ്യം CH സെന്റർ ആശുപത്രിയിലും പിന്നീട് ചാലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. ലോക ഫുട്ബോളിൽ സ്പെയിൻ കിരീടം ചൂടിയപ്പോൾ വയനാട്ടിലെ അമ്പലവയലിൽ മധുരത്തിനു പകരം മണത്തത് രുചിയേറിയ മന്തി. വാക്കുപാലിച്ചതിൻ്റെ ആവേശത്തിലാണ് അമ്പലവയലിലെ കടുത്ത സ്പെയിൻ ആരാധകനായ ഷജീർ. അർജന്റീനയെ വീഴ്ത്തി സ്പെയിൻ കപ്പടിച്ചാൽ നാട്ടുകാർക്കെല്ലാം മന്തി നൽകുമെന്ന പ്രഖ്യാപനമാണ് ഈ വ്യാപാരി യാഥാർത്ഥ്യമാക്കിയത്. പണ്ട് മുതലേ ഫുട്ബോളിൽ സ്പെയിനിന്റെ കടുത്ത ആരാധകനാണ് ഷജീർ. സ്പെയിൻ കപ്പടിച്ചാൽ അമ്പലവയലിൽ എല്ലാവർക്കും മന്തി വിതരണം ചെയ്യുമെന്ന് ഷജീർ പ്രഖ്യാപിച്ചപ്പോൾ അതൊരു തമാശയായാണ് പലരും കണ്ടത്. എല്ലാവർക്കും എങ്ങനെ മന്തി കൊടുക്കുമെന്നൊക്കെ ചോദിച്ച് പലരും കളിയാക്കി. എന്നാൽ ഫൈനലിൽ സ്പെയിൻ വിജയം കണ്ടതോടെ ഷജീർ ആ വാക്ക് അക്ഷരം പ്രതി പാലിച്ചു. സുഹൃത്തുക്കളുടെ സഹായത്തോടെ അമ്പലവയലിൽ 1000 പേർക്കുള്ള മന്തിയാണ് ഷജീർ ഒറ്റ ദിവസം കൊണ്ട് തയ്യാറാക്കിയത്. സ്പെയിൻ ജയിച്ച വാർത്ത പുറത്തു വന്നതു മുതൽ അതിനുള്ള ഒരുക്കങ്ങളും ഷജീർ ആരംഭിച്ചിരുന്നു. സ്പെയിനിന്റെ വിജയത്തിന്റെ സന്തോഷം പങ്കിടാനാണെങ്കിലും ഫുട്ബോൾ ആരാധകരും അല്ലാത്തവരുമടക്കം എല്ലാ ടീമുകളുടെയും ആരാധകരെ ഷജീർ ഈ വിരുന്നിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. നല്ല സന്തോഷമാണ്. സ്പെയിൻ കപ്പടിക്കുന്ന 1 മാസം മുന്നിട്ട വീഡിയോ അത്. ഞാൻ കപ്പടിക്കും, വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ കപ്പടിക്കുകയും ചെയ്തു. എതിരാളികളായിരുന്ന പോലും ഞങ്ങൾക്കറിയില്ല. ആര് വന്നാലും അവരെ തോപ്പിൽ ഞങ്ങൾ സ്പെയിൻ കപ്പടിക്കും എന്ന് പറഞ്ഞു. നല്ല സന്തോഷമുണ്ട്. മന്തി വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വാക്ക് പാലിച്ചു. സന്തോഷം, നല്ല സന്തോഷം. എല്ലാവരും നമ്മുടെ ടൗൺ ടീം, അമ്പലവയല് സുഹൃത്തുക്കള്, വ്യാപാര വ്യവസായ സംഘടന, നമ്മുടെ സുഹൃത്തുക്കൾ, അമ്പല ടീം ഒരുമിച്ചല്ല. ഞങ്ങള് ഇല്ലല്ല, അത് വെറുതെ പറയുന്നതാണ്. നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു വാക്ക്. ഇതിലെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അമ്പല ടൗണിലെ ജനങ്ങൾ ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവരും നാടിന്റെ പരിപാടിയായത്. അമ്പല ടൗണിലെ ഓട്ടോറിക്ഷക്കാർ, എല്ലാ ആൾക്കാരും, കച്ചവടക്കാര്, ടൗൺ ടീം, അമ്പലവയൽ എല്ലാവരും നല്ല സഹകരണമാണ്. രാവിലെ 10 മണിക്ക് തന്നെ മന്തി വിതരണം ആരംഭിച്ചു. ഇതോടെ 100 കണക്കിന് ആളുകളാണ് അമ്പലവയൽ ടൗണിലേക്ക് ഒഴുകിയെത്തിയത്. കളിക്കളത്തിലെ വാശിയും വീറും സൗഹൃദത്തിന്റെ വക്കിലാക്കിയ ഈ മന്തി വിരുന്ന് ഇപ്പോൾ അമ്പലവയലിലെ നാട്ടുകാരുടെ മാത്രമല്ല സോഷ്യൽ മീഡിയയുടെയും പ്രധാന ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ആവേശവും സൗഹൃദവും ഒരേ പാത്രത്തിൽ വിളമ്പി മാതൃകയായിരിക്കുകയാണ് വയനാട്ടിലെ ഈ ഫുട്ബോൾ ആരാധകൻ. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. ലഹരി വിരുദ്ധ സന്ദേശം കലാരൂപത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ച് ശ്രദ്ധ നേടി താമരക്കുടി സ്വദേശി ധനശ്രീ ചന്ദ്രശേഖർ. കൊട്ടാരക്കര താമരക്കുടി ശിവവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ പരിപാടിയായിരുന്നു ലഹരി വിരുദ്ധ സന്ദേശമുള്ള തുള്ളൽ അവതരിപ്പിച്ചത്. ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് തുള്ളലിലൂടെ അവതരിപ്പിച്ചത് കാണികൾക്ക് വേറിട്ട അനുഭവമായി. പറയുന്നു കുഞ്ഞു കാതുങ്ങൾ പതുക്കെ പറയുന്നു കേൾക്കുവാനും തുളുമ്പുന്ന വാക്കുകൾ. സത്യമാണൊക്കെയും നമ്മെ ചതിക്കുവാൻ ലഹരിതൻ പടയൊളിപ്പോരൊരുക്കുന്നിതാ. സത്യമാണൊക്കെയും നമ്മെ ചതിക്കുവാൻ ലഹരിതൻ പടയൊളിപ്പോരൊരുക്കുന്നിതാ. സത്യമാണൊക്കെയും നമ്മെ ചതിക്കുവാൻ ലഹരിതൻ
യുവതലമുറയെ ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്ന സന്ദേശങ്ങളാണ് തുള്ളലിലൂടെ അവതരിപ്പിച്ചത്. ലഹരിമുക്ത സമൂഹം സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യകതയും യുവാക്കളെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്തേണ്ടതിന്റെ പ്രാധാന്യവും പരിപാടി ചൂണ്ടിക്കാട്ടി. ലഹരിക്കെതിരായ പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ചായിരുന്നു താമരക്കുടിയിൽ ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ പരിപാടി സംഘടിപ്പിച്ചത്. ഭദ്രാഹരി എഴുതി താമരക്കുടി കരുണാകരൻ മാസ്റ്റർ ആവിഷ്കരിച്ച ലഹരി വിരുദ്ധ ഓട്ടംതുള്ളൽ ധനശ്രീ ചന്ദ്രശേഖറാണ് അവതരിപ്പിച്ചത്. താമരക്കുടി കുഞ്ചൻ കലാഗ്രാമത്തിൻ്റെയും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സംയുക്തമായ ഒരു ഫലമായിട്ടാണ് തൂഫാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇന്ന് താമരക്കുടി SPHS വെച്ച് നടക്കുന്നത്. കുഞ്ചൻ കലാഗ്രാമത്തിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഇന്ന് സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഈ ലഹരി എന്ന മഹാവിപത്തിനെ സമൂഹത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റുന്നതിനും അതിന് പുതിയ തലമുറയ്ക്ക് ബോധവൽക്കരണം നടത്തുന്നതിനും ഇതിന്റെ ദൂഷ്യഫലങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സൗഹൃദത്തിന്റെയും തമാശയുടെയും രൂപത്തിലെത്തുന്ന ലഹരി മനുഷ്യനെ പതുക്കെ പതുക്കെ തങ്ങളുടെ അടിമയാക്കി മാറ്റി ജീവിതവും ചിന്താശേഷിയും തകർത്തുകളയുന്നതായാണ് തുള്ളലിൽ പറയുന്നത്. ലഹരിക്കെതിരെ സമൂഹമൊന്നാകെ ഒന്നിച്ച് അണിനിരന്ന് പോരാടണമെന്ന സന്ദേശവും നൽകുന്നു. ലഹരിക്ക് പകരം കലകളെയും കളികളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷം കണ്ടെത്തണമെന്ന് പറഞ്ഞാണ് തുള്ളൽ അവസാനിക്കുന്നത്. വിദ്യാർത്ഥികളും കലാകാരന്മാരും പങ്കെടുത്ത പരിപാടിയിൽ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറി. താമരക്കുടി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തുള്ളൽ പഠന കേന്ദ്രമായ കുഞ്ചൻ കലാഗ്രാമമാണ് ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യവുമായി പരിപാടി സംഘടിപ്പിച്ചത്. സത്യമാണൊക്കെയും നമ്മെ ചതിക്കുവാൻ ലഹരിതൻ പടയൊളിപ്പോരൊരുക്കുന്നിതാ. സത്യമാണൊക്കെയും നമ്മെ ചതിക്കുവാൻ ലഹരിതൻ പടയൊളിപ്പോരൊരുക്കുന്നിതാ. ന്യൂസ് 18 കൊല്ലം. മുക്കത്തെ പൊതുപ്രവർത്തന രംഗത്ത് ശ്രദ്ധേയനായിരുന്ന സലാം നടുക്കൊണ്ടി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. മുക്കത്തെ സാംസ്കാരിക സംഘടനയായ മാനവത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ചടങ്ങിൽ മാനവം ചെയർമാനും കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന G. അബ്ദുൾ അക്ബർ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ വിപണിയിലേക്ക് തങ്ങളുടെ പ്രവർത്തനം വിപുലീകരിക്കുന്നതായി രാജ്യാന്തര ഗൃഹോപകരണ ബ്രാൻഡായ ഓപ്റ്റിമ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി GCC രാജ്യങ്ങളിൽ വിശ്വാസ്യതയ്ക്ക് കയ്യടി നേടിയ ഓപ്റ്റിമ കോവിഡ് ഇടവേളയ്ക്ക് ശേഷം ശക്തമായി ഇന്ത്യൻ വിപണിയിലേക്ക് തിരിച്ചെത്തുകയാണ്. ആദ്യഘട്ടത്തിൽ കേരളത്തിൽ തുടക്കം കുറിക്കുന്ന വിതരണ ശൃംഖല തുടർന്ന് ദക്ഷിണേന്ത്യയിലേക്കും രാജ്യവ്യാപകമായും വ്യാപിപ്പിക്കുമെന്ന് കമ്പനി വ്യക്തമാക്കി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ നിർമ്മിച്ച അത്യാധുനിക ഹെവി ഡ്യൂട്ടി 1500 വാട്ട് മിക്സർ ഗ്രൈൻഡറിന്റെ ഔദ്യോഗിക ലോഞ്ചും ചടങ്ങിൽ നടന്നു. ഒപ്റ്റിമ പ്രസിഡന്റ് ഖുറൈഷ് ദാദാഭായ്, പിട്ടാപ്പിള്ളി ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ നമുക്കിനി ന്യൂസ് 8 സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകാം. തിരുവനന്തപുരം കരിമണൽ ബിനാനിവാസിൽ ബിജുലാൽ DS-ന്റെ പിറന്നാളാണ് ഇന്ന്. ബിജുലാലിന് മക്കളായ വൈശാഖ് ബി ലാലും ധനുഷ് ബി ലാലും ആശംസകൾ നേരുന്നു. ഭാര്യ ബീനയും ആശംസകളുമായുണ്ട്. ന്യൂസ് 8-ന്റെയും എല്ലാ ആശംസകളും ബിജുലാലിന് നേരുന്നു. എറണാകുളം ചേരനെല്ലൂരിലുള്ള സുമിത KS-ന്റെ പിറന്നാളാണ്. ആശംസകളുമായി ഭർത്താവ് സിജുൻ, മക്കളായ അമേയും എബേലും അമ്മ റീനയും ചേരുന്നു. അപ്പോൾ നമുക്ക് രാവിലെ പൂർത്തിയാക്കാം. എല്ലാ പ്രേക്ഷകർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.